ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ വസീദ് വബാരിക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഇന്ന് നാം വായിക്കാൻ പോകുന്നത് ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ മദാരിജ് സാലിക്കീൻ എന്ന കിതാബിൽ നിന്നുമാണ്. ആ കിതാബിൽ അദ്ദേഹം ഒരു വിഷയം പറയുന്നുണ്ട്. ലാ യുഅസിബുല്ലാഹു അഹദൻ ഇല്ലാ ബഅദ ഖിയാമിൽ ഹുജ്ജ അലൈഹി. അള്ളാഹു ഒരാളെയും അയാളുടെ മേൽ ഹുജ്ജത്ത് സ്ഥാപിക്കാതെ ശിക്ഷിക്കുകയില്ല എന്ന വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്. അതായത് ഹുജ്ജത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ന്യായം. അള്ളാഹു ഒരാളെ ശിക്ഷിക്കുന്നതിന് ഒരു ന്യായം ഉണ്ടാവും. അള്ളാഹു ഓരോരുത്തരുടെ മേലും ആ ന്യായം ഉറപ്പിച്ചിട്ടേ അള്ളാഹു അവരെ ശിക്ഷിക്കുകയുള്ളൂ. അത് ഷിർക്കിൻ്റെ വിഷയത്തിലാണെങ്കിലും ശരി, മറ്റു കുഫറുകളുടെ വിഷയത്തിലാണെങ്കിലും ശരി, ഇനി സാധാരണ പാപങ്ങളുടെ വിഷയത്തിലാണെങ്കിലും ശരി. അപ്പോൾ ആ വിഷയം അദ്ദേഹം സംസാരിക്കുകയാണ്. വിശിഷ്യ ഇത് മെയിനായിട്ടത് ഷിർക്കിൻ്റെ കാര്യത്തിലാണ്. കാരണം മുശ്രിക്കുകളാണ് കാലാകാലം നരകത്തിൽ കിടക്കാൻ പോകുന്ന മുശ്രിക്കുകൾ, കുഫാറുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേലാണ് ഇത് മുഖ്യമായി ബാധകം. കാരണം മുഅ്മിനീങ്ങൾ സത്യവിശ്വാസികൾ ശിക്ഷിക്കപ്പെടുക എന്നുള്ളത് വളരെ വിദൂരമായ ഒരു കാര്യമാണ്. കാരണം അള്ളാഹുവിൻ്റെ കാരുണ്യം അവർക്ക് കിട്ടും. അത്രയും ളാലിമീങ്ങളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അവരതിന് ദുൽമ നടത്തിയവരുണ്ടെങ്കിൽ, ബഗി നടത്തിയവരുണ്ടെങ്കിൽ അവർക്ക് മുഅ്മിനീങ്ങളുടെ കാര്യം പറഞ്ഞത് അവർ അള്ളാഹു പുറത്തു കൊടുത്തിട്ടില്ല എങ്കിൽ മാത്രമേ അവർ ശിക്ഷിക്കപ്പെടുള്ളൂ. പക്ഷെ അള്ളാഹുവിൻ്റെ കാരുണ്യം അത് അള്ളാഹുവിൻ്റെ കോപത്തെ മുൻകടന്നിരിക്കുന്നു. കാരുണ്യമാണ് അള്ളാഹു കൂടുതൽ കൊടുക്കുക. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് ആ കാരുണ്യം കൊടുക്കും, അവർ രക്ഷപ്പെടും. അപ്പോൾ ഈ വിഷയം, ഈ ഖിയാമുൽ ഹുജ്ജയുടെ വിഷയമൊക്കെ പറയുമ്പോൾ പൊതുവെ ഈ നമ്മുടെ നാട്ടിലൊക്കെ ഇത് ഈ ശിർക്ക് ചെയ്യുന്ന കുബൂരികളെ മുസ്ലിമാക്കാൻ വേണ്ടി പല വ്യാജ സലഫി പണ്ഡിതന്മാരെന്ന് പറയുന്നവർ ഇത് ഉപയോഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പല ആളുകളിൽ നിന്നും ഈ വിഷയം ഇത് പഠിക്കാൻ ശ്രമിച്ച ആളുകൾ കേട്ടിട്ടുണ്ടാവും. ഇവർ ഈ ഹുജ്ജത്തായിട്ടില്ല, അയാളെ മേലെ ഹുജ്ജത്തായിട്ടില്ല, ഖിയാമുൽ ഹുജ്ജ ആയിട്ടില്ല, അതുകൊണ്ട് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സൃഷ്ടി ആരാധകനായ, ഖബർ ആരാധകനായ, മരിച്ചവരെ ആരാധിക്കുന്നവനായ, മക്കത്തെ മുശ്രിക്കിനേക്കാളും വലിയ ശിർക്ക് ചെയ്യുന്നവരായ നമ്മുടെ നാട്ടിലെ കുബൂരികളെ മുസ്ലിമാക്കാൻ വേണ്ടി അവൻ്റെ മേൽ ഹുജ്ജത്തായിട്ടില്ല, അത് നമുക്ക് നോക്കാൻ പറ്റൂല, അതിന് അയാൾ വരണം, പണ്ഡിതൻ വരണം, സൗദീത്തെ പണ്ഡിതൻ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് പല വ്യാജവാദങ്ങളും നിരത്തുന്ന പല സലഫികളെന്ന് പറയുന്ന ആളുകളെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ശിഷ്യ നിങ്ങൾ ഈ പ്രഭാഷകരുടേത് കേട്ട് ദീൻ കൊണ്ടു നടക്കുന്ന ആളുകളാണ്. നിങ്ങളുടെ ദീനിൻ്റെ അടിസ്ഥാനം ഈ പ്രഭാഷകർ അതല്ലെങ്കിൽ ഈ പണ്ഡിതന്മാരെന്ന് പറയുന്നതാണ് നിങ്ങളുടെ ദീനിൻ്റെ അടിസ്ഥാനം എങ്കിൽ നിങ്ങളിത് ധാരാളം കേട്ടിട്ടുണ്ടാവും. അതല്ല നിങ്ങൾ ഖുർആനിൽ ദീൻ പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ അള്ളാഹു ഇത് മനസ്സിലാക്കി കൊടുക്കും എന്താണ് ഈ സംഭവം. ഇത് വളരെ സിമ്പിളാണ്. അള്ളാഹു ന്യായം ഉറപ്പിക്കാതെ, ന്യായമില്ലാതെ അള്ളാഹു ഒരാളെയും ശിക്ഷിക്കൂല. അത്രേ ഉള്ളൂ, സിമ്പിൾ. അതാണ് ബഅദ ഖിയാമുൽ ഹുജ്ജ അലൈഹി. ഈ വിഷയം നമ്മുടെ ദാവത്തൊക്കെ വന്നതിന് ശേഷം പലരും നേരത്തെ പറഞ്ഞ പോലെ ഈ വ്യാജ സലഫി പ്രഭാഷകന്മാർ, ഇപ്പോൾ ഞാൻ പേരൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ അറിയുന്ന ധാരാളം ആളുകളുണ്ട്. അവർ നമ്മുടെ നാട്ടിലെ ഈ സമസ്ത APEK കുബൂരികളെ മുസ്ലിമാക്കാൻ വേണ്ടി പറയുന്നൊരു കാര്യമാണിത്. അവരുടെ മേലിൽ ഹുജ്ജത്തായിട്ടില്ല, അവർക്ക് ജഹലുണ്ട്, ഉദറുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ മുസ്ലിമാക്കാൻ ശ്രമിക്കാറുണ്ട്, ശ്രമിക്കുന്നില്ല, ഇഷ്ടംപോലെ ആളുകൾ ആക്കുന്ന ആളുകൾ. അപ്പോൾ എന്താണ് ഈ വിഷയം, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഇത് മുഖ്യമായും ഈ വിഷയം അള്ളാഹു ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് അള്ളാഹു മനുഷ്യരെ, അവൻ്റെ അടിമകളെ ശിക്ഷിക്കുന്നതുമായി സംബന്ധിച്ചിട്ടാണ് ഈ വിഷയമുള്ളത്. അപ്പോൾ ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞ ലാ യുഅസിബുല്ലാഹു അഹദൻ ബഅദ ഖിയാമുൽ ഹുജ്ജ അലൈഹി, അള്ളാഹു ഒരാളെയും അയാളുടെ മേൽ ഹുജ്ജത്ത് സ്ഥാപിക്കാതെ ശിക്ഷിക്കുകയില്ല എന്ന ആ ഭാഗം അദ്ദേഹത്തിൻ്റെ കിതാബിൽ നിന്നും നമുക്ക് വായിക്കാം. എന്താണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കിതാബിലെ 340/1 ആ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. 1-ാം വാല്യം 340-ാം പേജിൽ ഖൗലു ഹസ്സാനി അൻ യുഖീമ അലാ അബ്ദിഹി ഹുജ്ജത അദ്ലിഹി ഫയുആഖിബഹു അലാ സൻബിഹി ബിഹുജ്ജതിഹി. അള്ളാഹു അവൻ്റെ അടിമകളുടെ മേൽ അവൻ്റെ ന്യായം സ്ഥാപിക്കുന്നതും
ഫയുവാക്കിബു അലാ സംബിഹി ബിഹുജ്ജതി, ആ അടിമയെ അവൻ ന്യായത്തോടു കൂടി ശിക്ഷിക്കുന്നതും ന്യായത്തിൻ്റെ പുറത്ത് ശിക്ഷിക്കുന്നതും എന്ന് പറയാം. എന്നിട്ട് താഴെ അദ്ദേഹം പറഞ്ഞു ഇഅ്തിറാഫുൽ അബ്ദി ബിഖിയാമിൽ ഹുജ്ജ ബിഖിയാമി ഹുജ്ജത്തുല്ലാഹി അലൈഹി മിൻ ലവാസിമിൽ ഈമാൻ. ഇഅ്തിറാഫുൽ അബ്ദി ബിഖിയാമി ഹുജ്ജത്തുല്ലാഹി അലൈഹി മിൻ ലവാസിമിൽ ഈമാൻ. ശ്രദ്ധിച്ച് കേൾക്കണം. സ്വന്തം അടിമ തിരിച്ചറിയുക എന്ത്? അള്ളാഹുവിൻ്റെ ന്യായം എൻ്റെ മേൽ, ഹുജ്ജത്ത് എൻ്റെ മേൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മിൻ ലവാസിമിൽ ഈമാനാണ്. ഈമാനിൻ്റെ നിർബന്ധ കാര്യങ്ങളിൽ പെട്ടതാണ്. സുബ്ഹാനല്ലാഹ്, മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ അറിയുക, എന്തറിയുക? അള്ളാഹുവിൻ്റെ ഹുജ്ജത്ത് എൻ്റെ മേൽ സ്ഥാപിതമായിട്ടുണ്ട് എന്നുള്ളത് ഒരു മനുഷ്യൻ, ഒരു അടിമ അറിയുക എന്നുള്ളത് ഈമാനിൻ്റെ നിർബന്ധ കാര്യങ്ങളിൽ പെട്ടത്. മിൻ ലവാസിമിൽ ഈമാൻ, ലാസിമാണ്. ലാസിം എന്ന് പറഞ്ഞാൽ നിർബന്ധം. അപ്പോൾ ഞാനും നിങ്ങളും ഈ നാട്ടിലുള്ള കുബൂരിയും എല്ലാം അറിഞ്ഞിരിക്കണം എൻ്റെ മേൽ അല്ലാഹുവിൻ്റെ ഹുജ്ജത്ത് സ്ഥാപിതമായിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഈമാനില്ല. കാരണം ഇത് അള്ളാഹു ഖുർആനിലൂടെ പഠിപ്പിച്ച കാര്യമാണ്. ഖുർആനിലൂടെ അള്ളാഹു ഇറക്കിത്തന്ന കാര്യം അറിയാത്ത, അതും ദീനിൻ്റെ അസ്ലുൽ ഉസൂലുകളായി കാര്യം അറിയാത്ത ഒരാൾക്ക് ഈമാൻ ഉണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റുക? അപ്പോൾ ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയണേ ഇഅ്തിറാഫുൽ അബ്ദി ബിഖിയാമി ഹുജ്ജത്തുല്ലാഹി അലൈഹി മിൻ ലവാസിമിൽ ഈമാൻ. അത് ഈമാനിൻ്റെ ലാസിമുകളിൽ പെട്ടതാണ്, ലവാസിമുകളിൽ പെട്ടതാണ്. ഈമാനുള്ള ഒരാൾ അവൻ അറിഞ്ഞിരിക്കണം എൻ്റെ മേൽ അള്ളാഹുവിൻ്റെ ഹുജ്ജത്ത് സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ ഇവിടുന്ന് കുബൂരിക്ക് അങ്ങോട്ട് എക്സ്ക്യൂസ് കൊടുക്കണേ, അവൻ്റെ മേൽ ഹുജ്ജത്തായിട്ടില്ല, നമ്മുടെ മേലായിട്ടുണ്ട്. എന്നിട്ട് അവനെ മുഅ്മിനും മുസ്ലിമുമാക്കുവാണ്. മുഅ്മിനും മുസ്ലിമുമായ ഒരുത്തൻ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ് തൻ്റെ മേൽ അള്ളാഹുവിൻ്റെ ഹുജ്ജത്ത് സ്ഥാപിതമായി എന്നുള്ളത്. എന്നിട്ട് അത്താ അസ, ഇനി അവൻ അനുസരിച്ചാലും, അവൻ അള്ളാഹുവിനെ ധിക്കരിച്ചാലും ശരി, അവൻ അള്ളാഹുവിനെ അനുസരിച്ചാലും ശരി, അവൻ എന്തായിരിക്കണം? അവൻ ഇത് ഈമാനിൻ്റെ കാര്യങ്ങളിൽ പെട്ടതാണ്, ഈമാനിൻ്റെ ലവാസിമുകളിൽ പെട്ടതാണ്. ഹുജ്ജത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് എൻ്റെ മേൽ എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയുക. ഫഇന്ന ഹുജ്ജത്തുല്ലാഹി ഖാമത്ത് അലൽ അബ്ദി ബിഇർസാലി റസൂൽ വ ഇൻസാലിൽ കിതാബ്. അള്ളാഹുവിൻ്റെ ഹുജ്ജത്ത് അടിമയുടെ മേൽ സ്ഥാപിതമായി എങ്ങനെ? ബിഇർസാലി റസൂൽ വ ഇൻസാലിൽ കിതാബ്, മുർസലീൻ റസൂലിനെ അയച്ചതോടുകൂടിയും കിതാബ് ഇറക്കപ്പെട്ടതോടുകൂടിയും. റസൂല് വന്നു, നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, ഖുർആൻ വന്നു, അതോടുകൂടി അടിമയുടെ മേൽ ഹുജ്ജത്ത് ആയി. അടിമയുടെ മേൽ ഹുജ്ജത്തായി, അള്ളാഹുവിനെ അവനെ ശിക്ഷിക്കാനുള്ള ഹുജ്ജത്ത് ആയി. വബുലൂഹു സാലിക ഇലൈഹി, അത് അവനിലോട്ട് എത്തപ്പെടുക, അടിമയിലോട്ട് എത്തപ്പെടുക. വതമക്കനിഹി മിനൽ ഇൽമി വതമക്കനിഹി മിനൽ ഇൽമി ബിഹി സവാൻ അലിമ ഔ ജഹില. അപ്പോൾ റസൂല് വരിക, ആ കിതാബ് ഇറക്കപ്പെടുക, അത് ജനങ്ങളിലോട്ട് എത്തപ്പെടുക, അത് അറിയാനുള്ള ശേഷി ഉണ്ടായിരിക്കുക, കഴിവുണ്ടായിരിക്കുക. സവാൻ അലിമ ഔ ജഹില, അവനെ അറിഞ്ഞാലും ശരി അറിഞ്ഞില്ലെങ്കിലും ശരി. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് റസൂല് വന്നു, കിതാബ് വന്നു, അത് ജനങ്ങളിലോട്ട് എത്തപ്പെട്ടു, കിതാബ് എത്തപ്പെട്ടു, റിസാലത്ത് എത്തപ്പെട്ടു. അതിനെക്കുറിച്ച് പഠിക്കാൻ ഒരാൾക്ക് കഴിവുണ്ടായിരിക്കുക, ശേഷി ഉണ്ടായിരിക്കുക. അതായത് ശേഷിയില്ലാത്തവനും കഴിവില്ലാത്തവനെന്ന് പറഞ്ഞാൽ മന്ദബുദ്ധി, അള്ളാഹു ബുദ്ധി കൊടുക്കാത്ത, അതല്ലെങ്കിൽ ചെറിയ കുട്ടികൾ, അത്ഫാൽ, അതല്ലെങ്കിൽ മജ്നൂൻ, ഭ്രാന്തന്മാരായ ആളുകൾ, അങ്ങനെ പഠിക്കാൻ അവരാണ് കഴിവില്ലാത്ത ആളുകൾ, ശേഷിയും കഴിവില്ല. അതാണ് തമക്കൻ എന്നൊക്കെ പറഞ്ഞാൽ. അവർക്ക് കഴിവുണ്ടായിരിക്കുക, ശേഷി ഉണ്ടായിരിക്കുക. ഇപ്പം നമ്മുടെ നാട്ടിലെ കുബൂരിക്ക് ശേഷിയില്ലേ? എനിക്ക് ഈ കുബൂരിക്ക് ജഹലുണ്ട്, അവന് ഒതിറുണ്ട് എന്ന് പറയുന്ന വ്യാജ സലഫി റൂസു ഷയാത്തീൻ, ഷെയ്ത്താൻ്റെ തലവന്മാരായ ആളുകളോട് ചോദിക്കാനുള്ളത്, നാട്ടിലെ ഈ കേരളത്തിലെ കുബൂരികൾക്ക് ഇത് പഠിക്കാനുള്ള കഴിവില്ലേ? അവരിത് അറിഞ്ഞിട്ടില്ലേ? അവർക്ക് അള്ളാഹുവിൻ്റെ കിതാബും റസൂലിൻ്റെ സന്ദേശവും എത്തപ്പെട്ടിട്ടില്ലേ? അവർ പഠിച്ചാലും അവരതറിഞ്ഞാലും അവരതറിഞ്ഞില്ലെങ്കിലും അവരുടെ മേൽ ഹുജ്ജത്ത് സ്ഥാപിതമായിട്ടുണ്ട്. അവർ അറിഞ്ഞാലും ശരി, പഠിക്കാതെ അറിയാതെ ഇരുന്നാലും ശരി, അവരുടെ മേൽ ഹുജ്ജത്ത് സ്ഥാപിതമായിട്ടുണ്ട്. അതാണ് സവാഅൻ അലിമ ഔ ജഹില.
അവരറിഞ്ഞാലും ശരി, അവരറിഞ്ഞില്ലെങ്കിൽ ശരി, അവർക്കത് അറിയാനുള്ള ശേഷി ഉണ്ടായിരിക്കെ, കഴിവുണ്ടായിരിക്കെ, കിതാബും റസൂലും റിസാലത്തും അവരിലോട്ട് എത്തപ്പെട്ടിരിക്കെ അവരതിനെക്കുറിച്ച് പഠിച്ചില്ലെങ്കിലും മനസ്സിലാക്കില്ല, അത് അവരുടെ പ്രശ്നമാണ്, അത് അള്ളാഹുവിൻ്റെ പ്രശ്നമല്ല. ഫസുബ്ഹാനല്ലാഹ്. فكل من تمكن من معرفة ما أمر به ونهي عنه فقصر عنه ولم يعرف فقد قامت عليه الحجة. അതെ, ഷെയ്ഖ് ഇമാം ഇബ്നു ഖയ്യിം പറയുകയാണ്, ആർക്കെല്ലാമാണോ അള്ളാഹു കൽപ്പിച്ചതും അള്ളാഹു നിരോധിച്ചതും അറിയാനുള്ള ശേഷി, മനസ്സിലാക്കാനുള്ള, പഠിക്കാനുള്ള, അറിയാനുള്ള, തിരിച്ചറിയാനുള്ള ശേഷി ഉള്ളത്, ഫഖസ്സറ അൻഹു വലം യഅരിഫ, എന്നിട്ട് അത് ചെയ്യാതിരിക്കുകയും അതറിയാതിരിക്കുകയും ചെയ്തത്, ഫഖദ് ഖാമത്ത് അലൈഹിൽ ഹുജ്ജ, അവൻ്റെ മേൽ അള്ളാഹുവിൻ്റെ ഹുജ്ജത്ത് സ്ഥാപിതമായിട്ടുണ്ട്. ഒന്ന് മനസ്സിലാക്കൂ സഹോദരങ്ങളെ, വ്യാജ സലഫി പ്രഭാഷകരെ, പണ്ഡിതന്മാരെന്ന് പറയുന്നവരെ, കേന്നമകാരം പണ്ഡിത, വിസ്റ്റംകാരം പണ്ഡിത, സുബൈർ മൗലവി, മറ്റ് സംഘടനയില്ലാത്ത സലഫി കൂട്ടമിലെ പ്രഭാഷകരെ, പണ്ഡിതരെന്ന് വാദിക്കുന്നവരെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീൻ സത്യസന്ധതയോടുകൂടി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കൂ. ഇവിടെയുള്ള പാവപ്പെട്ട മുവഹിദുകളെ, ഷിർക്കിനെയും ഷിർക്കിൻ്റെ ആളുകളെയും ഒഴിവാക്കി തൗഹീദിനോട്ട് വന്ന ആളുകളെ നിങ്ങൾ തിരിച്ച് കുഫറിലോട്ട് കൊണ്ടുപോകരുത്. കുബൂരികൾക്ക് വേണ്ടി, സംഘടനകൾക്ക് വേണ്ടി, രാഷ്ട്രീയത്തിന് വേണ്ടി, ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ദീനിനെ നിങ്ങൾ കളവാക്കരുത്. മനസ്സിലാക്കിക്കോളൂ. ഖബറിനെ ആരാധിക്കുന്നവനെ, സൃഷ്ടിയെ ആരാധിക്കുന്നവനെ, അവന് ഒതുറുണ്ട്, അവൻ അറിവില്ലാത്തവനല്ലേ എന്ന് പറഞ്ഞ് അവൻ്റെ മേൽ ഹുജ്ജത്തായിട്ടില്ല എന്ന് വാദിച്ചുകൊണ്ട് നിങ്ങൾ അവനെ മുസ്ലിമാക്കരുത്. അനുവദനീയമല്ല അത്. فكل من تمكن من معرفة ما أمر به ونهي عنه فقصر عنه ولم يعرف فقد قامت عليه الحجة. ആർക്കെല്ലാമാണോ ഇത് അറിയാനുള്ള ശേഷി ഉണ്ടായിരിക്കുന്നത്, ഏത് അള്ളാഹു കൽപ്പിച്ചതും അള്ളാഹു വിരോധിച്ചതും അറിയാനും മനസ്സിലാക്കാനും കേൾക്കാനും പഠിക്കാനും ശേഷി ഉണ്ടായിരിക്കുന്നത്, ഫഖസ്സറ അൻഹു വലം യഅരിഫ, അതിലവൻ വീഴ്ച വരുത്തി, അവനത് പഠിച്ചില്ല, അവനത് അറിഞ്ഞില്ല, ഫഖദ് ഖാമത്ത് അലൈഹിൽ ഹുജ്ജ, അവൻ്റെ മേൽ അള്ളാഹുവിൻ്റെ ഹുജ്ജത്ത് സ്ഥാപിതമായിട്ടുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം പറയുന്ന സഹോദരങ്ങൾ, ഇതാണ് അഹ്ലു സുന്നയുടെ മൻഹജ്. ഇവരൊന്നും പറയുന്നത് അഹ്ലു സുന്നയുടെ മനഹജല്ല. ഈ സമസ്ത കുബൂരികളെ മുസ്ലിമാക്കാൻ വേണ്ടി ഇത്തരം വാദങ്ങൾ പറയുന്നവൻ അഹ്ലു സുന്നയുടെ മനഹജിലല്ല, മുഅ്മിനീങ്ങളുടെ മനഹജിലല്ല, സ്വഹാബാക്കളുടെ മനഹജിലല്ല, അമ്പിയാക്കളുടെ മനഹജിലല്ല, അള്ളാഹുവിൻ്റെ കിതാബിൻ്റെ മനഹജിലല്ല. അത് മനസ്സിലാക്കണം. വല്ലാഹു സുബ്ഹാനഹു ലാ യുഅസിബു അഹദൻ ഇല്ലാ ബഅദ ഖിയാമിൽ ഹുജ്ജ അലൈഹി വഇസ ആകഹു അലാ സംബി ആകഹു ബിഹുജ്ജതി അലാ ദുൽമിഹി. അള്ളാഹു സുബ്ഹാനഹു തആല ഒരാളെയും ഹുജ്ജത്ത് സ്ഥാപിക്കാതെ ശിക്ഷിക്കുകയില്ല. അവനാരെങ്കിലും ശിക്ഷിച്ചാൽ ആ ശിക്ഷിക്കുന്നത് ആ അടിമയുടെ മേൽ അവൻ്റെ ഹുജ്ജത്ത് സ്ഥാപിതമായത് കൊണ്ടാണ്. ആ പാപം അത് പാപമാണ്. അങ്ങനെയുള്ള പാപത്തിനെ അള്ളാഹു ശിക്ഷിക്കുകയുള്ളൂ. അള്ളാഹു അവൻ്റെ പാപത്തിന് അവനെ ശിക്ഷിച്ചാൽ അത് അവൻ്റെ ആ ദുൽമ്, ആ പാപം, അതിൻ്റെ മേൽ അവൻ്റെ ന്യായം സ്ഥാപിച്ചത്, അള്ളാഹുവിൻ്റെ ന്യായം സ്ഥാപിച്ചത് കൊണ്ടാണ് അവൻ ശിക്ഷിക്കുന്നത്. അപ്പോൾ റസൂല് വന്നു, കിതാബ് വന്നു, അത് നമ്മളിലോട്ട് വന്നു, നമ്മളതിനെക്കുറിച്ച് കേട്ടു, നമ്മളെ മേൽ ഹുജ്ജത്തായി. നമ്മൾ പഠിച്ചില്ല എങ്കിൽ നമ്മുടെ പ്രശ്നമാണ്. കുബൂരി ഷിർക്കും, ഇവിടെ മുവഹിദുകളുണ്ട്, ഇവിടെ മുജാഹിദുകളുണ്ട്, ഇവിടെ മുവഹിദുകളുണ്ട്, ഇവിടെ സലഫികളുണ്ട്. ഇതറിയാത്ത ഏതെങ്കിലും മനുഷ്യൻ ഇവിടെ ഉണ്ടോ? ഇവിടെ അള്ളാഹുവിൻ്റെ ഖുർആനില്ലേ? ഇവിടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? കുബൂരി കിതാബ് എടുത്തിട്ട് ക്രിസ്ത്യാനികളോടും മറ്റു മതക്കാരോടും യുക്തിവാദികളോടും വാദിക്കാൻ പോകുന്നു, കിതാബും ഹദീസും എടുത്തിട്ട്. അപ്പോൾ അവനെന്താ ഇത് തൗഹീദ് അവനെന്താ, എന്തുകൊണ്ട് അവൻ പഠിക്കുന്നില്ല? അവിടെയുള്ള മൗലവിമാർക്ക് വരെ ഉതിർ കൊടുക്കുന്ന വ്യാജ സലഫികൾ ഈ പ്രഭാഷകരുണ്ട്. സഹോദരങ്ങളെ, യഥാർത്ഥ സലഫികളെ, അഹ്ലു സുന്നയിലെ യഥാർത്ഥ സലഫികളെ, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകളെ, മുഅ്മിനീങ്ങളായി മുസ്ലിമീങ്ങളായി മരിച്ചുപോയി റബ്ബിനെ കാണണം. യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ, അള്ളാഹുവിനെ കണ്ടു മുട്ടുന്ന ആ ദിവസത്തെ ഭയപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ദുനിയാവിന് വേണ്ടി, സംഘടനയ്ക്ക് വേണ്ടി, സംഘത്തിന് വേണ്ടി, രാഷ്ട്രീയത്തിന് വേണ്ടി ഒരിക്കലും ഈ കുബൂരികൾ നിങ്ങൾ മുസ്ലിമാക്കരുത്. അവരുടെ മേൽ ഹുജ്ജത്തായിട്ടില്ല എന്ന കുഫ്ർ വാദം നിങ്ങൾ പറയരുത്. അവരുടെ മേൽ ഹുജ്ജത്തായിട്ടില്ല എന്നത് അള്ളാഹുവിൻ്റെ കിതാബിനെ കളവാക്കലാണ്, അള്ളാഹുവിൻ്റെ ആയത്തുകളെ കളവാക്കലാണ്. ഇനി ശേഷം ഇബ്നു ഖയ്യിം ഇതിനുള്ള ആയത്തുകൾ അദ്ദേഹം തെളിവ് ധരിക്കുന്നത് റഹിമഹുല്ലാഹ്. ഖാല തആല വമാ കുന്ന മുഅസ്സിബീന ഹത്താ നബഅസ റസൂല, ഒരു റസൂലിനെ അയക്കുന്നത് വരെ
നാം ആരെയും ശിക്ഷിക്കില്ല. സൂറത്തുൽ ഇസ്രായിലെ വഖാല കുല്ലമാ ഉൽകിയ ഫിഹാ ഫൗജുൻ സഅലു ഖസനതു അലം യഅതികും നസീർ ഖാലു ബലാ ഖദ് ജാഅന നസീറുൻ ഫകസബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ. സൂറത്തുൽ മുൽക്കിലെ എന്നും രാത്രിയിൽ എന്നും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഓതാൻ പറഞ്ഞ സൂറത്തുൽ മുൽക്കിലെ ആയത്താണത്. ഈ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന സൂറത്തുൽ മുൽക്ക് അറിയുന്ന ഒരാൾക്ക് പറയാൻ പറ്റുമോ മനുഷ്യന്മാരുടെ പേരിൽ ഹുജ്ജത്തായിട്ടില്ല എന്ന്? വഖാല വമാ കാന റബ്ബുക ലിയുഹ്ലികൽ ഖുറാ ബിദുൽമിൻ വഅഹ്ലുഹാ മുസ്ലിഹൂൻ. ജനങ്ങൾ ഇസ്ലാഹിലായിരിക്കെ അള്ളാഹു ഒരിക്കലും അവരെ ശിക്ഷിക്കില്ല. അത് അങ്ങനെ ഒരു അനീതി അള്ളാഹു കാണിക്കുകയില്ല. അപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് ഹുജ്ജത്ത് സ്ഥാപിതമായോ ഇല്ലേ എന്നൊക്കെ നോക്കൽ ഒരാളെ ശിക്ഷിക്കാൻ വേണ്ടിയാണ്. അത് അള്ളാഹു ശിക്ഷിക്കുന്നതിന് അള്ളാഹു ഹുജ്ജത്ത് ഉറപ്പിക്കും. നാട്ടിൽ ഒരു ശരീഅത്ത്, ഭൂമിയിൽ ഒരു ശരീഅത്തിൽ അടിസ്ഥാനപ്പെടുത്തി നടക്കുന്ന ഒരു ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ അവരും ശിക്ഷിക്കുന്നതിന് മുമ്പ് ഈ ന്യായം ഉറപ്പിക്കും. നമ്മൾ ശിക്ഷിക്കണം എന്നുണ്ടെങ്കിലും അള്ളാഹു ശിക്ഷിക്കണമെന്നുണ്ടെങ്കിലും ന്യായം ഉറപ്പിക്കണം. അള്ളാഹു അവൻ്റെ ന്യായം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി ഭൂമിയിൽ ശിക്ഷിക്കുന്നതിന് മുമ്പ് ഒരാളെ ശിക്ഷിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും അത് ഇസ്ലാമിൽ മാത്രമല്ല മറ്റ് പുറത്താണെങ്കിൽ പോലും അയാളുടെ മേലത് ന്യായം ഉറപ്പിക്കും. നമ്മുടെ നാട്ടിലൊക്കെ കോടതികളൊക്കെ ഉണ്ട്. അത് വളരെ വളരെ യുക്തിപരമായ കോമൺ സെൻസിൽപ്പെട്ട കാര്യമാണ്. ഒരാളെ വെറുതെ ശിക്ഷിക്കൂല. അത് ഇസ്ലാമിക ശരീഅത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അത് ഏത് വിഷയത്തിലാണെങ്കിലും അയാൾക്ക് മാറാനും അയാൾക്കത് വ്യക്തമാക്കി കൊടുത്ത് അയാൾക്ക് മാറാനൊരവസരമൊക്കെ കൊടുക്കും. അപ്പം അതാണ് ഹുജ്ജത്ത് സ്ഥാപിതമായിട്ട് തക്ഫീർ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പല പണ്ഡിതന്മാരുടെയും കൗലെടുത്തിട്ട് ഇവർ അതിനെ അവിടെ അങ്ങനെ ഈ കുബൂരികളെ മുസ്ലിമാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സഹോദരങ്ങളെ, ഈ വിഷയം ഖുർആനിൽ നിന്ന് പഠിക്കുക. നിങ്ങൾ എത്ര കൂടുതൽ ജനങ്ങളത് കേൾക്കുന്നോ അത്രയും കൂടുതൽ നിങ്ങൾ ദലാലത്തിലാവും. നിങ്ങൾ എത്രയും കൂടുതൽ അള്ളാഹുവിൻ്റെ കിതാബിനോട് അടുക്കുന്നോ, അത് വായിക്കുന്നുവോ, അത് പഠിക്കുന്നുവോ അത്രയും കൂടുതൽ നിങ്ങൾ ഹിദായത്തിലാവും. അള്ളാഹുവിൻ്റെ കിതാബിനെ മുറുകെ പിടിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തുക. വല്ലദീന യുമസ്സികൂന ബിൽ കിതാബി വഖാമുസ്സലാത്ത ഇന്നാ ലാ നുളീഉ അജ്റൽ മുസ്ലിഹീൻ. അള്ളാഹു പറഞ്ഞാൽ ആരാണ് അള്ളാഹുവിൻ്റെ കിതാബിനെ മുറുകെ പിടിക്കുന്നത്, നമസ്കാരം നിർവഹിക്കുന്നത്, അള്ളാഹു അത്തരം നല്ലവരുടെ പ്രവർത്തനങ്ങളെ പാഴാക്കുകയില്ല. അപ്പോൾ കിതാബിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക. ജനങ്ങളെ മുറുകെ പിടിക്കണ്ട, പ്രഭാഷകരെ മുറുകെ പിടിക്കണ്ട, പണ്ഡിതന്മാരെ മുറുകെ പിടിക്കണ്ട. അള്ളാഹുവിൻ്റെ കിതാബിനെ മുറുകെ പിടിക്കുക. അള്ളാഹുവിൻ്റെ കിതാബിനെ മുറുകെ പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങളിലോട്ടും പ്രഭാഷകരിലോട്ടും പണ്ഡിതന്മാരിലോട്ടാണ് ഹൃദയം ചാഞ്ഞിരിക്കുന്നത് എങ്കിൽ, കിതാബിനോട് അള്ളാഹുവിൻ്റെ ഖുർആനോട് ചാഞ്ഞിട്ടില്ല എങ്കിൽ പ്രശ്നമാണ് സഹോദരങ്ങളെ. മനുഷ്യന്മാരെ വായിൽ നിന്നും പലതും വരും. അത് ശ്രദ്ധിക്കണം. ഹാദാ വല്ലാഹു അലം വസല്ലല്ലാഹു അലൈഹി വസല്ലം വബാരിക അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.